Hi everyone, welcome to BioRun. പ്ലസ് ടു ബോട്ടണി സെക്കൻഡ് ചാപ്റ്ററായ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോളിനേഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. ദെൻ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏജൻസ് ഓഫ് പോളിനേഷൻ എന്ന ടോപ്പിക്കാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ പോളിനേറ്റിംഗ് ഏജൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വാട്ട് ഈസ് പോളിനേറ്റിംഗ് ഏജൻസ്? പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിനെ ക്യാരി ചെയ്ത് സ്റ്റിഗ്മയിൽ എത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസിനെയാണ് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് പോളിനേഷൻ എന്താ? Transfer of pollen grains from anther to stigma of same flower or another flower is called pollination. Okay. We can classify pollinating agents into two, such as abiotic pollinating agents and biotic pollinating agents. First, abiotic agents. പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന നോൺ ലിവിങ് ആയിട്ടുള്ള ഏജൻസിനെ എബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നു. എബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസിന് എക്സാമ്പിളാണ് വിൻഡ് ആൻഡ് വാട്ടർ. ദെൻ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ്. പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ പോളിനേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നു. ഇത് ഇൻസെക്ട്സ് ആകാം, ബേർഡ്സ് ആകാം, അനിമൽസ് ആകാം, ബാറ്റ് ആകാം. ദെൻ ആദ്യം നമുക്ക് എബയോട്ടിക് ഏജൻ്റായ വിൻഡ് വഴിയുള്ള പോളിനേഷൻ നോക്കാം. പോളിനേഷൻ ബൈ ദ ഏജൻസി ഓഫ് വിൻഡ് ഈസ് കോൾഡ് വിൻഡ് പോളിനേഷൻ. ഒരു വിൻഡ് പോളിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കാം? ഫസ്റ്റ്, പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ്, നോൺ സ്റ്റിക്കി ആൻഡ് ഡ്രൈ. പോളൻ ഗ്രെയിൻസ് വിൻഡ് വഴി വിൻഡിൽ ഫ്ലോട്ട് ചെയ്ത് മറ്റൊരു പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിലെത്തണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് വിൻഡിലൂടെ ഫ്ലോട്ട് ചെയ്ത് പോകണമെങ്കിൽ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം. അപ്പോൾ വിൻഡ് വഴി പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിലെ പോളൻ ഗ്രെയിൻസ് ഇതിന് വേണ്ടി അഡാപ്റ്റഡ് ആയിരിക്കണം. അത്തരം അഡാപ്റ്റേഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ലൈറ്റ്, നോൺ സ്റ്റിക്കി ആൻഡ് ഡ്രൈ. ഇത് മാത്രമല്ല, ഇനിയുണ്ട് വെൽ എക്സ്പോസ്ഡ് സ്റ്റെമൻ ആയിരിക്കണം, ലാർജ് ഫെദറി സ്റ്റിഗ്മ പ്രസൻ്റ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? വെൽ എക്സ്പോസ്ഡ് സ്റ്റെമൻ പോളൻ ഗ്രെയിൻ വിൻഡിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മ ദാറ്റ് ഹെൽപ്പ് ടു ഈസിലി ട്രാപ്പ് പോളൻ ഗ്രെയിൻ ഫ്രം എയർ. പിന്നെ വിൻഡ് പോളിനേഷൻ നടക്കുന്ന ഫ്ലവേഴ്സിലെ മറ്റൊരു പ്രത്യേകതയാണ് മിക്കവാറും വിൻഡ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് സ്മോൾ ആയിരിക്കും. ഇങ്ങനെ സ്മോൾ ഫ്ലവേഴ്സ് ചേർന്ന് ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ മിക്കവാറും ഫ്ലവേഴ്സിൽ സിംഗിൾ ഓവ്യൂൾ ആയിരിക്കും. കാരണം വിൻഡ് പോളിനേഷൻ വഴി വിൻഡിലൂടെ പോളൻ ഗ്രെയിൻസ് ഫ്ലൈ ചെയ്യുമ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് പല രീതിയിൽ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് എത്താനുള്ള ചാൻസും കുറയുന്നത് കൊണ്ടാണ് മിക്കവാറും ഇത്തരം പ്ലാന്റ്സിൽ കൂടുതൽ ഓവറിക്ക് പകരം ഓൺലി സിംഗിൾ ഓവറി കാണുന്നത്. ഇത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോളിനേഷനെയും ഫെർട്ടിലൈസേഷനും ഹെൽപ്പ് ചെയ്യുന്നു. വിൻഡ് പോളിനേഷൻ എന്നത് ബയോട്ടിക് പോളിനേഷനിലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ മിക്കവാറും ഗ്രാസസിലെല്ലാം വിൻഡ് പോളിനേഷനാണ് കോമൺ ആയിട്ട് കാണുന്ന മെത്തേഡ്. പിന്നെ വിൻഡ് പോളിനേഷനെ ഡിനോട്ട് ചെയ്യുന്ന ടേം ആണ് അനിമോഫിലി. അനിമോഫിലി എന്ന ടേം കേൾക്കുമ്പോൾ അനിമൽസ് വഴിയുള്ള പോളിനേഷൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. അനിമോ മീൻസ് ANEMO. അനിമോ മീൻസ് വിൻഡ് ആണ്. പോളിനേഷൻ ബൈ അനിമൽസ് എന്നുള്ള ടേം ആണ് സൂഫിലി. അത് നമുക്ക് വഴിയെ പറയാം. ദെൻ വാട്ടർ പോളിനേഷൻ. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് വെരി റെയർ. വാട്ടർ പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ഫ്രഷ് വാട്ടർ പ്ലാന്റ്സ് ആയ വാലിസ്നെറിയ, ഹൈഡ്രില്ല, മറൈൻ സീഗ്രാസസിൽ ഉൾപ്പെട്ട സോസ്ട്ര എന്നിവ. സീഗ്രാസസ് എന്നത് മറൈൻ എൻവയോൺമെൻറ്റിൽ വളരുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഈ സീഗ്രാസസിലെ ഒരു ജീനസ് ആണ് സോസ്റ്റെറ. ഇനി വാലിസ്നേറിയയിലെ പോളിനേഷൻ എങ്ങനെയെന്ന് നോക്കാം. വാലിസ്നേറിയ എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. വാലിസ്നേറിയയിലെ പോളിനേഷൻ എങ്ങനെയെന്ന് നോക്കാം. പിക്ചർ കൂടി നോക്കുക. ദ ഫീമെയിൽ ഫ്ലവർ റീച്ചസ് ദ സർഫസ് ഓഫ് വാട്ടർ ബൈ ദ ലോങ് സ്റ്റോക്ക് ആൻഡ് ദ മെയിൽ ഫ്ലവർ ഓർ പോളൻ ഗ്രെയിൻ ആർ റിലീസ് ഓൺ ടു ദ സർഫസ് ഓഫ് വാട്ടർ. ദിസ് പോളൻ ഗ്രെയിൻസ് ആർ ക്യാരിഡ് ബൈ വാട്ടർ കറന്റ് ആൻഡ് റീച്ച് ദ സ്റ്റിഗ്മ ഓഫ് ഫീമെയിൽ ഫ്ലവർ. വാലിസ്നേറിയ എന്ന് പറയുന്നത് ഒരു അക്വാട്ടിക് സബ്മേർജ്ഡ് പ്ലാന്റ് ആണ്. വാലിസ്നേറിയയിലെ ഫീമെയിൽ ഫ്ലവർ അറ്റ് മെച്യൂരിറ്റി ഒരു ലോങ് സ്റ്റോക്ക് ഡെവലപ്പ് ചെയ്ത് വാട്ടർ സർഫസിൽ എത്തി നിൽക്കും. അതേസമയം മെയിൽ ഫ്ലവർ മെച്യൂർ ആവുകയും ഒന്നെങ്കിൽ മെയിൽ ഫ്ലവർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലവറിനകത്തുള്ള പോളൻ ഗ്രെയിൻസ് ആയിട്ടോ വാട്ടറിലേക്ക് റിലീസ് ചെയ്യുന്നു. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ കറൻറ്റ് ഈ പോളൻ ഗ്രെയിൻ വാട്ടർ കറൻറ്റിലൂടെ ഫ്ലോട്ട് ചെയ്ത് ഫീമെയിൽ സ്റ്റിഗ്മയിലെത്തി പോളിനേഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് വാലിസ്നേറിയയിലെ പോളിനേഷൻ നടക്കുന്നത്.
നെക്സ്റ്റ് പോളിനേഷൻ ഇൻ സീ ഗ്രാസസ്. സീ ഗ്രാസസിലെ വാട്ടർ പോളിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വാലിസ്നറിൽ നിന്ന് വ്യത്യസ്തമായി ഫീമെയിൽ ഫ്ലവർ മെച്ചുർ ആയതിനു ശേഷവും സബ്മർജ്ഡ് കണ്ടീഷനിൽ തന്നെയായിരിക്കും. ദ ഫീമെയിൽ ഫ്ലവർ റിമെയിൻസ് സബ്മർജ്ഡ് ഇൻ വാട്ടർ ആൻഡ് ദ പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഇൻസൈഡ് ദ വാട്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ആർ ലോങ് റിബൺ ലൈക്ക്. സീ ഗ്രാസസിലെ പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ്? ലോങ് റിബൺ ലൈക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോളൻ ഗ്രെയിൻസ് വാട്ടറിന് അടിയിൽ തന്നെയുള്ള ഫീമെയിൽ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ വന്ന് അറ്റാച്ച് ചെയ്ത് പോളിനേഷൻ നടക്കുന്നു. വാലിസ്നറിയിൽ എങ്ങനെയായിരുന്നു? ഫീമെയിൽ ഫ്ലവർ മെച്ചുറായി കഴിയുമ്പോൾ വാട്ടർ സർഫസിലേക്ക് ഒരു ലോങ് സ്റ്റാക്കിൻ്റെ ഹെൽപ്പോടെ ഗ്രോ ചെയ്യുന്നു. ദെൻ പോളൻ ഗ്രെയിൻസ് മെച്ചുർ ആകുമ്പോൾ മെയിൽ ഫ്ലവർ പോളൻ ഗ്രെയിനെ വാട്ടർ സർഫസിലേക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ വാട്ടർ സർഫസിൽ വെച്ചിട്ടാണ് പോളിനേഷൻ നടക്കുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സീ ഗ്രാസസ് ലൈക്ക് സോസ്ട്ര, ഫീമെയിൽ ഫ്ലവർ മെച്ചുർ ആയതിനു ശേഷവും ഫീമെയിൽ ഫ്ലവർ സബ്മർജ്ഡ് കണ്ടീഷനിൽ തന്നെയായിരിക്കും. സബ്മർജ്ഡ് കണ്ടീഷൻ മീൻസ് വാട്ടറിൽ താഴെ തന്നെയായിരിക്കും, വാട്ടർ സർഫസിൽ നിന്നും താഴെ തന്നെയായിരിക്കും മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാകുന്നത്. ഇവിടെ ഈ പോളൻ ഗ്രെയിൻസ് റിബൺ ഷേപ്പിലുള്ള പോളൻ ഗ്രെയിൻസ് വാട്ടറിലൂടെ ഫ്ലോട്ട് ചെയ്ത് ഫീമെയിൽ ഫ്ലവറിലെത്തി പോളിനേഷൻ നടക്കുന്നു. ജസ്റ്റ് ഒരു ഡിഫറൻസേ ഉള്ളൂ. വാലിസ്നറിയിൽ ഫീമെയിൽ ഫ്ലവർ വാട്ടർ സർഫസിലായിരുന്നു, അവിടേക്ക് പോളൻ ഗ്രെയിൻസ് മൂവ് ചെയ്ത് വാട്ടർ സർഫസിൽ വെച്ചാണ് പോളിനേഷൻ നടക്കുന്നത്. ബട്ട് സോസ്ട്രയിൽ ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവറും എല്ലാം താഴെ തന്നെയായിരിക്കും, വാട്ടർ സർഫസിന് താഴെയായിരിക്കും, താഴെ വെച്ചാണ് പോളിനേഷൻ നടക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിൻ്റാണ്, ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ചിട്ട് എർത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പോളൻ ഗ്രെയിൻ ആണ് സോസ്ട്രയുടെ പോളൻ ഗ്രെയിൻ. ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രാ നോളജിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സോസ്ട്രയുടെ പോളൻ ഗ്രെയിൻ ആണ് ലോങ്ങസ്റ്റ് പോളൻ ഗ്രെയിൻ. പിന്നെ ഇതോടൊപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ്, എല്ലാ അക്വാട്ടിക് പ്ലാന്റിലും വാട്ടറിൻ്റെ ഹെൽപ്പോടെ അല്ല പോളിനേഷൻ നടക്കുന്നത്. മിക്കവാറും മെജോറിറ്റി ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സിലും ഇൻസെക്ട്സിൻ്റെ ഹെൽപ്പോടെയാണ് പോളിനേഷൻ നടക്കുന്നത്. അത്തരം പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് എപ്പോഴും വാട്ടർ സർഫസിലേക്ക് എമർജ് ചെയ്ത് ആയിരിക്കും നിൽക്കുന്നത്, എന്നിട്ട് ഇൻസെക്ട്സിൻ്റെ ഹെൽപ്പോടെ പോളിനേഷൻ നടക്കുന്നു. വളരെ കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സിൽ മാത്രമാണ് വാട്ടർ പോളിനേഷൻ നടക്കുന്നത്, ലൈക്ക് വാലിസ്നേറിയ, സോസ്ട്ര പോലുള്ള പ്ലാന്റ്സിൽ മാത്രം. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ആൻഡ് ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദിസ്? എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ക്വസ്റ്റ്യൻ എന്താ? വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് കളർഫുൾ ആയിരിക്കാറില്ല, അതുപോലെ നെക്ടറും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദ്യം. എന്തായിരിക്കാം റീസൺ? നിങ്ങൾക്കറിയാം അല്ലേ? ദർ ഈസ് നോ നീഡ് ടു അട്രാക്ട് ദ pollinating agents like insects or any other animals, so they are usually small and do not produce nectar or not have large colorful petals. നമുക്കറിയാം, ഒരു ഫ്ലവർ കളർഫുള്ളായിരിക്കുന്നതും അതുപോലെ നെക്ടർ അല്ലെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അല്ലേ? എന്തിനു വേണ്ടിയാ? ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയും അതുവഴി പോളിനേഷൻ നടക്കാൻ വേണ്ടിയുമാണ്. വാട്ടർ പോളിനേഷനിലും വിൻഡ് പോളിനേഷനിലും ഇത്തരമൊരു അട്രാക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ വിൻഡ് പോളിനേഷനും അതുപോലെ വാട്ടർ പോളിനേഷനും നടക്കുന്ന പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കില്ല, നെക്ടറും പ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഇത്തരം പ്ലാന്റ്സിൽ വാട്ടറിലും അതുപോലെ വിൻഡിലും ഫ്ലോട്ട് ചെയ്യാൻ വേണ്ട അഡാപ്റ്റേഷൻസ് മാത്രമാണ് ഫ്ലവേഴ്സിനും പോളൻ ഗ്രെയിൻസിനും വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് അനിമൽസ് പോളിനേഷൻ നോക്കാം. പോളിനേഷൻ ബൈ ബയോട്ടിക് ഏജന്റ് ആനിമൽ ഈസ് കോൾഡ് അനിമൽ പോളിനേഷൻ. അനിമൽ പോളിനേഷൻ ഓൾസോ കോൾഡ് സൂഫിലി. അനിമൽ പോളിനേഷൻ്റെ ഏജന്റ് ലിവിങ് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും ആകാം. ബീസ്, ബട്ടർഫ്ലൈസ്, ബീറ്റിൽസ്, ആൻറ്റ്സ്, ബേർഡ്സ്, മോത്ത്, ബാറ്റ്സ്, ഈവൻ ലാർജ് അനിമൽസ് ലൈക്ക് റെപ്റ്റൈൽസ്, പ്രൈമേറ്റ്സ് എക്സെട്ര. അനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫ്ലവേഴ്സ് ലാർജ് ആൻഡ് കളർഫുൾ ആയിരിക്കും അല്ലേ? എന്തിനു വേണ്ടിയായിരിക്കും? ഫോർ അട്രാക്ട് ഇൻസെക്ട്സ് ഓർ ബേർഡ്സ്. ദ പ്രൊഡ്യൂസ് റിച്ച് നെക്ടർ ആൻഡ് പ്രൊഡ്യൂസ് ഫ്രാഗ്രൻസ് ഫോർ അട്രാക്ഷൻ. When the flowers are small, a number of flowers are clustered into an inflorescence. ഫ്ലവേഴ്സ് സ്മോൾ ആണെങ്കിൽ ഈ സ്മോൾ ഫ്ലവേഴ്സ് എല്ലാം ചേർന്ന് ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് ഇൻസെക്ട്സ് അട്രാക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. എന്താ ഇൻഫ്ലോറസൻസ്?
ചെറിയ പൂക്കളെല്ലാം ചേർന്ന പൂങ്കുലകൾ, അതിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റുകൾ പഠിച്ചതാണത്. ദെൻ ദ പോളൻ ഗ്രെയിൻസ് ആർ യൂഷ്വലി സ്റ്റിക്കി. അനിമൽസ് പോളിനേഷൻ നടക്കുന്ന പ്ലാന്റ്സിലെ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കും. എന്തിനായിരിക്കും? കളേഴ്സിലും നെക്ടറിലും അട്രാക്റ്റ് ആയ ഇൻസെക്ട്സ് ഫ്ലവേഴ്സിലെത്തുമ്പോൾ പോളൻ ഗ്രെയിൻസിന് ഈ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യണം, അല്ലേ? ഇതിന് വേണ്ടിയിട്ടാണ് പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലായിരിക്കുന്നത്. ആക്ച്വലി എങ്ങനെയാണ് അനിമൽസ് പോളിനേഷൻ നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അനിമൽ ഒരു ഫ്ലവർ വിസിറ്റ് ചെയ്യുന്നത്? ഫോർ നെക്ടർ, അല്ലേ? അതിനു മുമ്പ് നെക്ടറും ഹണിയും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നൊന്ന് പറയാം. ഹണി എന്ന് പറയുന്നത് ആക്ച്വലി ബീസ് ഫോം ചെയ്യുന്നതാണ്. ഹണി ബീസ് ഫോം ചെയ്തെടുക്കുന്നതാണ് ഹണി. ബട്ട് നെക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്ലവറിൽ ഡയറക്റ്റ്ലി കാണുന്നതാണ് നെക്ടർ. ഈ നെക്ടർ ഹണി ബീസ് കളക്ട് ചെയ്ത് ഈ നെക്ടറിനെ ഹണി ബീസ് ഹണി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൽ ഡയറക്റ്റ്ലി കാണുന്നത് നെക്ടറാണ്, ഹണിയല്ല. അപ്പോൾ ഈ നെക്ടർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയാണ് ഇൻസെക്ട്സ് ഫ്ലവേഴ്സ് വിസിറ്റ് ചെയ്യുന്നത്, അല്ലാതെ പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടല്ല, നെക്ടറിന് വേണ്ടിയിട്ടാണ്. ഇൻസെക്ട്സ് ഫ്ലവേഴ്സ് വിസിറ്റ് ചെയ്യുന്നത് നെക്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബട്ട് അവിടെ ഇൻസെക്ട്സിൻ്റെ ഈ നെക്ടർ കളക്ട് ചെയ്യുന്ന സമയത്തോടൊപ്പം ഒരു ഫ്ലവർ വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലവറിലെ മെച്ചുറായിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ഈ ഇൻസെക്റ്റ് മറ്റൊരുപാട് ഫ്ലവേഴ്സ് അതിനുശേഷം വിസിറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ സ്യൂട്ടബിൾ ആയുള്ള മറ്റൊരു ഫ്ലവർ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത പോളൻ ഗ്രെയിൻ ആ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് എത്തുകയും പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നു. അതുപോലെ ചില ഫ്ലൈസും ബീറ്റിൽസും വഴി പോളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സിൽ നല്ലൊരു ഫ്രാഗ്രൻസിന് പകരം ഒരു ഫൗൾ സ്മെല്ലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം എന്താ? ഫ്ലൈസ് എല്ലാം അട്രാക്റ്റീവ് ആവുന്നത് ഫൗൾ സ്മെല്ലിലാണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു അഡാപ്റ്റേഷനാണ് ഈ ഒരു ഫൗൾ സ്മെല്ല്, അല്ലേ? ഫ്ലൈസ് പോലുള്ള ഇൻസെക്റ്റുകൾ ഗുഡ് ഫ്രാഗ്രൻസിലാണോ അതുപോലെ ഫൗൾ സ്മെല്ലിലാണോ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത്? ഫൗൾ സ്മെല്ലിലാണ്, അല്ലേ? അപ്പോൾ അത്തരം ഫ്ലവേഴ്സിൽ നല്ലൊരു ഫ്രാഗ്രൻസിന് പകരം ഫൗൾ സ്മെല്ല് ഉണ്ടാകുന്നത് ഇത്തരം ഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് പോളിനേഷൻ ഇൻ യൂക്ക. യൂക്ക എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അമേരിക്കയാണ് യൂക്കയുടെ നേറ്റീവ് ലാൻഡ്. ഈ പ്ലാന്റിലെ പോളിനേഷൻ ഒരു പ്രത്യേകതയുണ്ട്. യൂക്ക പ്ലാന്റിലെ പോളിനേഷൻ നടക്കുന്നത് ബൈ ആൻ മോത്ത്. മോത്ത് എന്ന് പറയുന്നത് ശലഭം. ഒരു പർട്ടിക്കുലർ മോത്ത് ഇല്ലാതെ ഈ പ്ലാന്റിനും ഈ പർട്ടിക്കുലർ പ്ലാന്റ് ഇല്ലാതെ ഈ മോത്തിനും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ മോത്ത് അതിൻ്റെ എഗ് ലേയിങ് നടത്തുന്നത് ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഓവറിക്കകത്തുള്ള ലോക്യൂളിലാണ്. ഈ ഒരു എഗ് ലേയിങ്ങിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് മോത്തിൻ്റെ ബോഡിയിലാകുകയും മറ്റൊരു ഫ്ലവർ വിസിറ്റ് ചെയ്യുമ്പോൾ പോളിനേഷൻ നടക്കുകയും ചെയ്യുന്നു. ഈ ഫ്ലവറിൻ്റെ ലോക്യൂളിൻ്റെ അകത്ത് ഈ മോത്ത് എഗ് ലേയിങ് നടത്തുകയും ചെയ്യുന്നു. ആ ഫ്ലവറിൻ്റെ ഓവ്യൂള് ആഫ്റ്റർ പോളിനേഷൻ സീഡായിട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പേ ഈ എഗ്ഗ് ഹാച്ച് ചെയ്ത് ഇതിൻ്റെ ലാർവ പുറത്തേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റിന് പോളിനേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മോത്ത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ മോത്തിന് എഗ് ലേയിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവർ മാത്രമാണ് സ്യൂട്ടബിൾ പ്ലേസ് ആയിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കാണ് പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. മെനി ഇൻസെക്ട്സ് മേ കൺസ്യൂം പോളൻ ഗ്രെയിൻസ് ഓർ നെക്ടർ വിതൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. സച്ച് അനിമൽ വിസിറ്റേഴ്സ് കോൾഡ് പോളൻ ഓർ നെക്ടർ റോബേഴ്സ്. അതായത് നോർമലി ഒരു ഇൻസെക്റ്റ് ഒരു ഫ്ലവറിൽ നെക്ടറിന് വേണ്ടി വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഫ്ലവറിൽ നിന്ന് ഇൻസെക്റ്റ് നെക്ടർ എടുക്കുമ്പോൾ അതിൻ്റെ കൂലി എന്ന പോലെ ആ പ്ലാന്റിന് കൊടുക്കുന്ന ഒരു റിവാർഡാണ് ആ പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻ റിസീവ് ചെയ്ത് ഒന്നെങ്കിൽ അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിൽ അല്ലെങ്കിൽ മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ എത്തിച്ച് പോളിനേഷൻ നടത്തി കൊടുക്കുക എന്നുള്ളത്. ബട്ട് ചില കേസിൽ ചില ഇൻസെക്ട്സ് നെക്ടറോ പോളൻ ഗ്രെയിൻ തന്നെയോ കൺസ്യൂം ചെയ്യുന്നു. ബട്ട് പോളിനേഷൻ എന്ന റിവാർഡ് പ്ലാന്റ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അത്തരം അനിമൽസിന് നമുക്ക് പോളൻ റോബേഴ്സ് അല്ലെങ്കിൽ നെക്ടർ റോബേഴ്സ് എന്ന് പറയാം.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനേറ്റിംഗ് ഏജൻസിനെ പറ്റിയാണ് പറഞ്ഞത്. എബയോട്ടിക് ആൻഡ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻസ് ഉണ്ട്. എബയോട്ടിക് ഏജൻസ് ബൈ വാട്ടർ ഓർ ബൈ വിൻഡ്. വിൻഡ് വഴിയുള്ള പോളിനേഷൻ ആണ് എബയോട്ടിക് പോളിനേഷനിലെ കോമൺ മെത്തേഡ്. ആൻഡ് ബൈ വാട്ടർ ഈസ് വെരി റയർ മെത്തേഡ്. ആൻഡ് ഇൻ ബയോട്ടിക് ഏജൻസ് ബേർഡ്സ്, ഇൻസെക്ട്സ്, ഈവൻ സർട്ടൻ ആനിമൽസ് ഓൾസോ ഹെൽപ്പ് ഇൻ പോളിനേഷൻ. ദെൻ പോളൻ റോബേഴ്സ്. നോർമലി ഇൻസെക്ട്സ് ഒരു ഫ്ലവർ വിസിറ്റ് ചെയ്യുന്നത് ഫോർ കളക്ടിങ് നെക്ടർ. കൂടെ പോളിനേഷൻ കൂടി നടത്തുന്നു, അല്ലെങ്കിൽ പോളിനേഷൻ നടത്തുന്നതിന് പ്ലാന്റ്സ് ഇൻസെക്റ്റിന് കൊടുക്കുന്ന ഒരു റിവാർഡാണ് നെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ചില ഇൻസെക്ട്സ് പോളിനേഷൻ നടത്താതെ നെക്ടറോ പോളൻഗ്രെയിൻസോ കൺസ്യൂം ചെയ്യുന്നതിനെയാണ് പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോളിനേറ്റിംഗ് ഏജൻസിനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ തുടങ്ങിയ ടോപ്പിക്സുകളാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.